ഓണത്തിനെക്കുറിച്ച് പറയുമ്പം ഓണത്തിനെക്കുറിച്ചെന്നല്ല, ഒരു ചലച്ചിത്രകാരൻ എന്ന ഒരു 30 വർഷത്തെ ഒരു സംഗീത യാത്രയിൽ ഒരുപാട് ഹാപ്പിനെസ് തോന്നിയ ഒരു മുഹൂർത്തം എന്തൊക്കെയാണ്? ഒരുപാട് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ആനന്ദം, എക്സ്റ്റസി എന്നൊക്കെ പറയാം. അത്തരത്തിലുള്ള അനുഭവങ്ങൾ യേശുദാസ് സാറുമായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് അതിലൊരു എക്സാമ്പിളാണ്. അദ്ദേഹം വെറുതെ ഒരു സ എന്ന് പാടുമ്പോൾ അത് നമ്മൾ സ്റ്റുഡിയോയിലിരുന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതിയുണ്ട്. അത് ഒരുപാട് പാട്ടുകൾ അദ്ദേഹമായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമാണ്. അമ്മേ ഇനി ഉണരാൻ ഒരു മന്ത്രദീക്ഷ തരുമോ, ആ ബേസിൽ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇങ്ങനെ ആഴത്തിൽ ഇങ്ങോട്ട് പതിക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് സ്പെൽ ബൗണ്ട് എന്ന് പറയുന്നത് ആ രീതിയിൽ നമുക്കൊന്നും പറയാൻ പറ്റാതെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ സ്തബ്ധമായിട്ട് ഇരിച്ചിരിക്കും. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പാടാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ അത്തരത്തിലുള്ള ആലാപനം നമ്മുടെ ഹൃദയത്തെ അങ്ങ് പിടിച്ചു വയ്ക്കുമോ, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് സ്റ്റുഡിയോയിൽ. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ, മ്യൂസിക്കിൽ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷനിൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചാൽ ആരായിരിക്കും? തീർച്ചയായിട്ടും മദൻ മോഹൻജിയാണ്. ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഞാൻ ഏറ്റവും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഇപ്പോഴും ഈ മൊമെൻറ്റിലും അത് മദൻ മോഹൻജിയാണ്. ഞാൻ സ്വപ്നങ്ങൾ കാണാറുണ്ട് മദൻ മോഹൻജിയെ കണ്ടതായിട്ടും, അദ്ദേഹത്തിൻ്റെ ഏതോ മുംബൈയിലുള്ള ഏതോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ ആ കാലത്ത് ഞാൻ റെക്കോർഡ് ചെയ്തതായിട്ടൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ അതിയായ ആഗ്രഹങ്ങൾ കൊണ്ടായിരിക്കും അതൊക്കെ സ്വപ്നങ്ങളായിട്ട് വന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ചിലപ്പോൾ കിട്ടാൻ കുറച്ച് ടൈം. അതെ. അപ്പോൾ പക്ഷേ അതിലൊന്നും അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടില്ല. എനിക്കും അങ്ങോട്ട് സംസാരിക്കാനുള്ള ധൈര്യവും കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം നിരന്തരം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ രാത്രി പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ എന്നെ ഉറക്കുന്ന പാട്ടുകളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ. മദൻ മോഹൻജിയുടെ മെലഡി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, അത് രാഗനിബദ്ധമാണെങ്കിലും അല്ലെങ്കിലും അതെങ്ങനെയാണ് ആ മെലഡി കൊണ്ടുവന്നത്, അത് ഒരു വലിയൊരു വഴിയാണ്, മഹത്തായ വഴിയാണ്, അദ്ദേഹത്തിൻ്റെ മാത്രം വഴിയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തെ അത്രത്തോളം അദ്ദേഹം അർഹിക്കുന്ന രീതിയിൽ എല്ലാവരും കൊണ്ടാടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ഇപ്പോഴും ലഗ്ജാഗലെന്ന് ഇപ്പോൾ കേൾക്കുമ്പോഴത്തേക്കും വൺ ഓഫ് ഹിസ് സോങ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അത് അതിൻ്റെതായ രീതിയിൽ ബെസ്റ്റാണ്. പക്ഷെ ഇപ്പോഴ് ഈ കവർ സോങ്സും എല്ലാം വരുമ്പോഴാണ് മദൻ മോഹൻജിയെ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നത്, അദ്ദേഹം ജീവിച്ച കാലത്തേക്കാൾ കൂടുതൽ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകനാണ്. സാറിൻ്റെ ഒരുപാട് പാട്ടുകൾ, അല്ലെങ്കിൽ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ശ്രേയാ ഘോഷാൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് സാറിൻ്റെ സംഗീത സംവിധാനത്തിലായിരിക്കും. അതെങ്ങനെയാണ് ഒരു പാട്ട് വരുമ്പോൾ ഒരു ഗായകനെയോ ഗായികയിലേക്കോ എത്തുന്നത്? ശ്രേയ വളരെ ആകസ്മികമായിട്ട് ഞാൻ പരിചയപ്പെട്ട ആളാണ്. ബനാറസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൽ ചാന്ത് തൊട്ടില്ലേ എന്ന് പറഞ്ഞാൽ മധുരം ഗായതി മീര എന്നുള്ള 2 പാട്ടുകളുണ്ട്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൊഡ്യൂസർ എം ആർ നായർ സാർ മുംബൈക്കാരൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ പോയി, അപ്പോൾ ഇത് ആദ്യം പാടിക്കാൻ ഞാൻ ആഗ്രഹിച്ചത് സാധന സർഗത്തിനാണ്. അപ്പോൾ ആ സമയത്താണ് സ്നേഹിതനെ എന്നുള്ള പാട്ട് വന്നത്. അപ്പോൾ അവരുടെ ശബ്ദത്തിൻ്റെ ഭയങ്കര ഒരു ആരാധകനായി. അപ്പോൾ ഇത് രണ്ടും അവരെ കൊണ്ടുപോകണം. അങ്ങനെ അവർ സ്റ്റുഡിയോയിൽ വന്നു. അവർക്ക് പാട്ടൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ ഭാഗ്യമാണ്, മലയാളത്തിൽ ആദ്യമായിട്ടാണ് പാടണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അവർ പാടി തുടങ്ങിയപ്പോഴത്തേക്കും പ്രൊണൗൺസിയേഷൻ ഭയങ്കര ഒരു പ്രോബ്ലമായി. ഇപ്പോൾ ചാന്ത് തൊട്ടില്ലേ എന്നുള്ളത് ചാന്ത് തൊട്ടില്ലേ ഇങ്ങനെ വരുന്നത്, ഈ തൊട്ടില്ലേ എന്ന് വരുന്നില്ല. അത് അവരുടെ കുഴപ്പമില്ല, മലയാളം എന്നുള്ള ലാംഗ്വേജ് ഈസിയല്ല. ശരിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് മൂവ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ സാധനാജി എടുത്ത് പറഞ്ഞു, ഇത് വർക്കൗട്ട് ചെയ്യുന്നില്ല, വെരി സോറി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, റിയൽ ആർട്ടിസ്റ്റ്. അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഇതിൽ കറക്റ്റായിട്ട് അങ്ങോട്ട് ട്രാക്കിലല്ല എന്ന്, ആ ലാംഗ്വേജ് എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മൈ ബി നമുക്ക് വേറൊരു സമയത്ത് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അങ്ങനെ അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ സ്ട്രാൻഡേർഡായിപ്പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയണം. അപ്പോൾ അവിടെ എൻജിനീയറാണ് അദ്ദേഹം, ഒരു മുംബൈക്കാരാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ശ്രേയ ഘോഷാലിൻ്റെ പാട്ട് ഇഷ്ടമാണോ? അപ്പോൾ ഞാൻ ഈ പിയോ ബോലെ ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രേയ അസൽ പാട്ടുകാരിയല്ലേ? അപ്പോൾ പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ ആ എഞ്ചിനീയറാണ് ശ്രേയയെ വിളിക്കുന്നത്. അപ്പോൾ ശ്രേയ ഒരു അരമണിക്കൂർ കൊണ്ട് സ്റ്റുഡിയോയിലെത്തുകയാണ്. എന്നിട്ട് ഈ 2 പാട്ടുകളും കേട്ടു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പാട്ട് സർ ഞാനിപ്പോൾ പഠിച്ച് തന്നെ പാടാം, രണ്ടാമത്തെ പാട്ട് എനിക്ക് ഒരാഴ്ച സമയം വേണം, മധുരം ഗായതി, അത് ഞാൻ ഫുള്ളായിട്ട് പഠിച്ചു വന്നിട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ MR നായർ സാർ പറഞ്ഞു ഇവിടെ താമസിച്ചോളൂ, കുഴപ്പമില്ല, ഒരാഴ്ച താമസിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ ചാന്ത് തൊട്ടിൽ എന്നുള്ളൊരു 2 മണിക്കൂർ കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടുകയും പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ മധുരം ഗായതി മീര എന്നുള്ള പാട്ടിൻ്റെ മ്യൂസിക്കാലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ലിറിക്സും എല്ലാം കാണാൻ പഠിച്ച് പക്കയായിട്ടാണ് ശ്രേയ വരുന്നത്. ആ പാട്ടൊക്കെ ഒരു 1.5 മണിക്കൂറിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത പാട്ടുകളാണ്. അത് കുറച്ച് പാടാൻ വളരെ ടഫായിട്ടുള്ള സോങ്ങാണ്. അപ്പോൾ എനിക്ക് തോന്നി ശ്രേയയുടെ ആലാപനവും എൻ്റെ സംഗീതവും തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ട്, അതിൻ്റെ ഒരു വലിയൊരു തുടക്കമാണ് ഇത് എന്ന് എനിക്ക് എൻ്റെ ഉള്ളിലൊരു ബോധമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഈ പാട്ടിൽ അങ്ങനെയുള്ള ഒത്തിരി പാട്ടുകൾ ശ്രേയയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ മൈറ്റ് ബി ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലതൊക്കെ ശ്രേയ പാടിയതായിരിക്കും. പിന്നീട് സാധനാജിയെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റിയോ? ഇല്ല, സാധനാജിയെ കൊണ്ട് പിന്നെ പാടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇടയ്ക്കൊരു പ്രോഗ്രാമിന് കണ്ടപ്പോൾ ഞാനിത് ഓർമ്മിപ്പിച്ചു. അപ്പോൾ അവർക്കൊരു ഫെയിൻറ്റ് റിമെമ്പറൻസേ ഉള്ളൂ അതിനെക്കുറിച്ച്. ഓണാഘോഷങ്ങളിൽ നമുക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഓണക്കോടി അല്ലെങ്കിൽ അതുപോലെ തന്നെ കുറേ ഓണക്കളികൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ആ ഒരു ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഗൂഗിൾ പേ ആണ്. മറ്റേതാണെങ്കിൽ നേരിട്ട് വന്ന് ഓണക്കോടിയൊക്കെ വാങ്ങിച്ചാൽ മാത്രം കൊടുത്താൽ മതി, വാങ്ങിയാൽ മതി. അതാണ്. ഇതിപ്പോൾ അങ്ങനെയല്ല, അങ്കിൾ ഗൂഗിൾ പേ. എൻ്റെ മക്കളും അവരുടെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളും എല്ലാം ഈ സമയത്ത് ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റുള്ള വിധത്തിൽ ഫോൺ പേ അങ്ങനെ പലതുണ്ടല്ലോ. അപ്പോൾ അതിൽ കൂടെ നമ്മൾ അറിയാതെ തന്നെ കുറേ സംഭവങ്ങൾ പോയി കിട്ടും. പക്ഷെ അതൊരു സന്തോഷമാണ്. അത് വിഷുവിനാണെങ്കിലും വിഷു കൈനീട്ടം ഇതിനേക്കാളും പ്രശ്നമാണ്. വിഷുവിന് എല്ലാവരും വിഷു കൈനീട്ടം ഇപ്പോൾ വാട്സാപ്പിലൊക്കെ രാവിലെ ഇത് സ്റ്റാറ്റസ് തന്നെ വരും അതിൻ്റെ ഒരു ഇത്. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഫാമിലി ഓണം ഏതായിരിക്കും? പഴയ കാലത്തെ ഓണങ്ങളിലൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഓണം എനിക്ക് ഓർമ്മയുള്ളത്, അത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് വിളിക്കും. അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും അച്ഛമ്മയും കുടിച്ചത്. അപ്പോൾ ഇവിടെ മങ്കാട്ടുകടവ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഇടത്തിൽ അവിടെ ഇക്കരെ നിന്ന് അക്കരെ പോകണമെങ്കിൽ ഒരു വള്ളമൊക്കെ കയറണം. ആ വള്ളത്തിലേക്ക് കയറി പിന്നെ പഴയ ഭാഷയിൽ പറയുകയാണെങ്കിൽ 1 ഫർലോങ് 1.5 ഫർലോങ് ഒക്കെ നടന്നിട്ട് വേണം നമ്മൾ അവിടെ എത്താനായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊരു വളരെ മനോഹരമായ ഒരു തെങ്ങും തോപ്പാണ്. അവിടെയാണ് അവരുടെ വീടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുഴയുടെ കരയിലാണ്. അപ്പോൾ അങ്ങനെ അത് കരമനയാറിൻ്റെ വേറൊരു വഴിയാണത്. അപ്പോൾ അവിടെ വള്ളത്തിൽ ഇങ്ങനെ ഓണക്കാലത്ത് പോവുക. പിന്നെ അവിടെ അന്നത്തെ കാലത്തുണ്ടായിരുന്നതാണ് ഈ ഓണപ്പന്ത് കളി എന്നുള്ളത്. അപ്പോൾ അത് ഒക്കെ അന്ന് അവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുക. അത് പുലികളി, അതൊക്കെ ആ കാലഘട്ടത്തിൽ കണ്ടതാണ്. പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ കിട്ടും, അതിലാടും. പിന്നെ എൻ്റെ അച്ഛമ്മ പറയും അവിടെ ഒരുപാട് നിറയെ കൊക്കുകൾ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛമ്മ പറയും ഒരു കിണ്ണത്തിൽ കുറച്ച് നെയ്യൊക്കെ എടുത്ത് തന്നിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയി ആ കൊക്കിൻ്റെ തലയിൽ ഈ നെയ്യ് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും ഈ ചൂട് കൊണ്ട് അതങ്ങനെ ഉരുകി കൊക്ക് കണ്ണടയ്ക്കുന്ന സമയത്ത് ഒരൊറ്റ പിടി പിടിക്കുക, കൊക്കിനെ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊക്കിനെ പിടിക്കാൻ നിൽക്കുകയും നമ്മൾ ദൂരെ തന്നെ എത്തുമ്പോഴത്തേക്കും കൊക്ക് പറന്നു. അത്തരം കാലങ്ങളൊക്കെ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ. ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും മിസ്സാവുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലേ? അല്ല, അവര് കൂടുതലും മൊബൈൽ ഫോണിലുള്ള ഓണം അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇപ്പോഴത്തെ ഒരു ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമ്പോസേഴ്സാണ്. ഒരുപാട് പേര് ഒരു സിനിമയിൽ പാടി അത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് കമ്പോസറായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് പോകുന്നുണ്ട്. അതിനെ ചേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവരും കമ്പോസ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ ആർക്കും ഇന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും കോമ്പോസിഷൻ ട്രൈ ചെയ്യാം. ശരി. പക്ഷെ നാച്ചുറലായിട്ട് കമ്പോസർ ആവുന്നവരും പഠിച്ച് കമ്പോസർ ആവുന്നവരും ടെക്നിക്കലായിട്ട് സംഗീതത്തെ കണ്ടുകൊണ്ട് പ്രോഗ്രാം ചെയ്യുന്നവരും
എല്ലാം കമ്പോസ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ ആ നാച്ചുറൽ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്വയം തിരിച്ചറിയേണ്ട. അതെ. അതിപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അനീഷ് പറഞ്ഞിട്ടോ അറിയേണ്ടതല്ല. അവർ സ്വയം അറിയണം, ഇത് എൻ്റെ മേഖലയാണോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ. ചിലപ്പോൾ 1, 2, 3 ട്യൂണുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റും. പക്ഷെ 1ാമത്തെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അല്ലേ? അപ്പോൾ അത് നമ്മൾ ഉരുത്തിരിയാണ്, നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും ഫിഗർ ഔട്ട് ചെയ്യണം. പക്ഷേ കോമ്പോസിഷൻ ആരുടെയും സ്വന്തമല്ല, അത് ആർക്കും കമ്പോസ് ചെയ്യാം. കമ്പോസ് ചെയ്യാൻ ശ്രമിക്കുക ഏതോ ഒരു കുഗ്രാമത്തിൽ നിന്ന് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് വന്ന ആളാണ് ഇളയരാജ സർ. അവിടെ നിന്നാണ് സംഗീതം വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മുടെ താമര പോലെയാണ്, ചെളിയിലാണ് വളരുന്നത് എന്നുള്ളത്, പക്ഷേ അത് താമരയാണ്. ചെളി എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഇളയരാജ സാറുമായിട്ട് ചേർത്തിട്ടല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ ബുദ്ധിമുട്ടുകളാണ് ആ ചെളി എന്ന് പറയുന്നത്. ഒരു കമ്പോസർ ആവുക എന്ന് പറഞ്ഞാൽ ഈസിയല്ല. അപ്പോൾ അതിൽ ടർബുലൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ടർബുലൻസ് ഉണ്ട്, കിട്ടിയാൽ അത് കറക്റ്റായിട്ട് ചെയ്യാൻ ടർബുലൻസ് ഉണ്ട്. ഒരു ഹിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് മെച്യൂരിറ്റിയുടെ എലിമെൻ്റ് വേണം, അല്ലേ? നമ്മുടെ ഒരു അഹങ്കാരത്തിൽ നിന്ന് മാറി അഹംബോധത്തിലേക്ക് നമ്മൾ വരണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കമ്പോസർ അയാളുടെ ജീവിതത്തിലൂടെ അയാൾ പോകുമ്പോഴത്തേക്കും അയാൾ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ, അത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അഭിമുഖീകരിക്കുന്നതാണ്. ശരിയാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നമ്മൾ പറഞ്ഞ ചെളി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സ്ട്രഗിളാണ്, നമ്മൾ ഓരോ റീച്ചിലേക്ക് എത്താൻ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിളാണ്. അപ്പം ആ ഒരു സ്ട്രഗിളിലൂടെ ഈ ഒരു ഇപ്പോൾ വന്ന് നിൽക്കുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, ഓരോ സ്ട്രഗിളും ഓരോ പാഠങ്ങളായിട്ടാണ് തോന്നുന്നത്. ശരി. ഒരു ലേണിംഗ് പ്രോസസ്സാണ് ലൈഫ് എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും ലേണിംഗ് പ്രോസസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും ഒരു കമ്പോസറായിട്ട് ഞാൻ ഉരുത്തിരിയുന്നതിൽ എൻ്റെ ജീവിതം ഒരുപാട് അതിന് ഒരു ആകത്തുകയായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നില്ല. ആ അനുഭവങ്ങൾ ഒരു AI-ക്കും പകർത്തിയെടുക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ആ ജീവിത ഗന്ധം ആണ് ഈ സംഗീതമായിട്ട് പലപ്പോഴും വരിക, പ്രത്യേകിച്ചും റിയലിസ്റ്റിക് ആയിട്ടുള്ള സോങ് സിറ്റുവേഷൻസിൽ. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ നേരത്തെ പറഞ്ഞ ഈ സോൾ ടച്ചിങ് എന്ന് പറയുന്ന ഒരു സാധനം നടക്കുള്ളൂ. പറഞ്ഞ സംഗീതത്തിലേക്ക് വരുമ്പോൾ ഒരു ട്യൂണാണോ കൂടുതൽ വാല്യൂ അല്ലെങ്കിൽ വരികൾക്കാണോ പ്രാധാന്യം എന്ന് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ എല്ലാവരും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചേട്ടൻ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈയിടെ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. എല്ലാവരും എന്ന് പാടുന്നില്ല, എല്ലാവരും ഇല്ലുമിനാറ്റിയാണ്, മനസ്സിൽ നിൽക്കുന്ന ഇല്ലുമിനാറ്റിയാണ്, അതിൻ്റെ സംഗീതം തന്നെയാണ്. പക്ഷേ നമ്മളറിയാതെ നമ്മൾ ഏത് പാട്ടെന്ന് ചെയ്യുമ്പോൾ ഇലുമിനാറ്റി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് പാടുന്നുണ്ട്. അത് ആ ഇലുമിനാറ്റി എന്ന് കേൾക്കുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ശരിക്കും ആ വാക്ക് എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഇലുമിനാറ്റിക്ക് പകരം വേറൊരു വാക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കൺവേ ചെയ്യപ്പെടണം എന്നില്ല. അപ്പോൾ ഒരു വാക്ക്, ഒരു പാട്ടിലെ ഒരു വാക്ക് പോലും എത്ര അധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇന്നത് കൂടുതൽ, ഇന്നത് കുറവ്. പക്ഷെ ഞാൻ എപ്പോഴും കുറച്ചൊരു കൂടുതൽ കൊടുക്കുന്നത് ഒരു പാട്ടിൻ്റെ ലിറിക്സിന് തന്നെ. സംഗീതയാത്രയിൽ ഇപ്പോൾ ഒരു 30 ഇയേഴ്സിൽ നിൽക്കുമ്പോൾ എടുത്തു പറയാവുന്ന ഒരുപാട് മൊമെൻറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു സോങ് അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ഡ്രീം പ്രോജക്റ്റ് എന്തായിരിക്കും? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് അതൊരു വലിയൊരു സിനിമയാണ്, വലിയ സ്കെയിലുള്ള സിനിമയാണ്. അത് നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിനെ ഒരു വേൾഡ് സ്റ്റേജിൽ ഷോക്കേസ് ചെയ്യുന്ന ഒരു വർക്കാണ്, മ്യൂസിക്കൽ വർക്കാണ്. ആ സിനിമയും അതുപോലെ അത്രയും വലിപ്പമുള്ളതാണ്. എനിക്ക് തോന്നുന്ന നമ്മുടെ കമ്പോസിങ് റെക്കോർഡിങ് തന്നെ ഏകദേശം 1 വർഷത്തോളം അത് ചെയ്താൽ മാത്രമാണ് നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുക. അപ്പോൾ അതിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ റിവീൽ ചെയ്യാർ ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്താണെന്നും ഏതാണെന്നും. പക്ഷേ ഇതാണ് ഇന്ത്യൻ സംഗീതത്തിനെ നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത് ആ ഒരു വലിയ ഒരു രീതിയിൽ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എൻ്റെ ഡയറക്ടറുടെയും എൻ്റെ പ്രൊഡ്യൂസറുടെയും എൻ്റെയും ഒക്കെ ആഗ്രഹം അത് നടക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് ഇൻഡോ അറബിക് ഒരു കോൺഫ്ലുവൻസ്, ഒരു മ്യൂസിക്കിൻ്റെ ഒരു ലൈവ് പെർഫോമൻസ് ഇൻ സിംഫോണിക് പ്രൊപ്പോർഷൻസ്, അത് ചെയ്യാൻ പറ്റിയ അത് വളരെ ലൈഫിൽ വളരെ സാർത്ഥകമായ ഒരു മൊമെൻ്റ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ അത് അത്രയും വലുതാണ്. അപ്പോൾ അത് ആ വലിപ്പം എന്നെ വിശ്വസിച്ച് അതിന് വേണ്ടിയിട്ട്
പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ വരണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് എന്നെങ്കിലും ജീവിതത്തിൽ ചെയ്യാൻ പറ്റും ആയിരിക്കും എന്ന് കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അധികം വൈകാതെ സംഭവിക്കട്ടെ. അപ്കമിങ് പ്രോജക്ട്സ് വേറെ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ഒപ്പീസ് എന്ന് പറഞ്ഞൊരു സിനിമ ഷൈൻ ടോം ചാക്കോടെ ചെയ്തിരുന്നു. അതല്ലാതെ വേറൊരു ഫിലിം ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അത് അനൂപ് മേനോൻ ആക്ട് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റായിട്ട് ഈ ഒരു ഇതിലാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇതിനകത്ത് തന്നെയാണ്. ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ എന്ന് പറയുന്നത് ദാസാർ തന്നെയായിരിക്കും. എപ്പോഴും എനിക്ക് ശങ്കർജിയും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ്. ശങ്കർജിയായിട്ട് വർക്ക് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാട്ട് പഠിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ളവരൊക്കെ പാട്ട് പഠിക്കും, പക്ഷെ ശങ്കർജി 2 പ്രാവശ്യം കേൾക്കും, എന്നിട്ട് ഒരൊറ്റ പോക്കും ഒരൊറ്റ പാട്ടുമാണ്. ഈ കല്യാണ കച്ചേരിക്ക് 1/2 മണിക്കൂർ കൊണ്ട് പാടി തീർത്തു, ബസ് കാം ഖത്തം എന്ന് പറയില്ലേ. അതാണ്. ഒരു ഗായികയെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും? ചിത്ര ചേച്ചി, ഓഫ് കോഴ്സ്. ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും, അവരെ രണ്ടുപേരെയും ഞാൻ ലെജൻസായിട്ടാണ്. അവരെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ ജാനകിയമ്മയോട് വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞില്ല. സുശീലാമ്മയായിട്ടും വർക്ക് ചെയ്തിട്ടില്ല. വാണിയമ്മയായിട്ട് ഒരു ഡിവോഷണൽ സോങ് മാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്. അവരും ഷീ വാസ് ഗ്രേറ്റ്. പക്ഷേ കൂടുതൽ വേഴ്സറ്റൈലായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയാണ്. അപ്പോൾ അവർ എൻ്റെ കോമ്പോസിഷൻസിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ എന്തെങ്കിലും പ്രത്യേകതകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓണമാണ്, ഫാമിലിയുടെ ഓണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഭാര്യ പ്രിയ തിരുവനന്തപുരത്ത് മംഗല്യ കേറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കേറ്ററിംഗ് ഇത് നടത്തുന്നുണ്ട്. കല്യാണങ്ങൾക്കും റിസപ്ഷനുകൾക്കും വെജ് ഫുഡും നോൺ വെജ് ഫുഡും ഒക്കെ കൊടുക്കുന്നു. പ്രിയ കൂടുതൽ ഇപ്പോൾ അറിയുന്ന പ്രിയ മംഗല്യ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്കും പറയും ഹലോ പ്രിയ മംഗല്യ എന്ന് പറയാറുണ്ട്. പിന്നെ എൻ്റെ മകൻ, മൂത്ത മകൻ നന്ദഗോപാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ ഇംഗ്ലണ്ടിൽ പഠിച്ചതാണ്. അവൻ എയ്റോസ്പേസ് വെഹിക്കിൾ ഡിസൈൻ എഞ്ചിനീയറിങ്ങിൽ MS എടുത്ത ആളാണ്. അപ്പോൾ ഇപ്പോൾ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആൾ ആർക്കിടെക്ചർ, കാർത്തിക് എന്നാണ് അവൻ്റെ പേര്. ആർക്കിടെക്ചർ കഴിഞ്ഞ് അവനൊരു ആക്ടറാണെന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില തുടക്കമൊക്കെ മോഡലിങ്ങും ഒക്കെ ചെയ്ത് പോകുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. ഓക്കെ, പ്രേക്ഷകരോട് ഓണമായിട്ട് എന്താണ് സന്ദേശം, ഓണസന്ദേശം? ഓണം എന്ന് പറയുമ്പോൾ സന്തോഷമായിരിക്കണം. സന്തോഷം, അത് ഉള്ളിൽ നിന്നുള്ള സന്തോഷമാണ്. നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമാണ് വേറൊരാൾക്ക് നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഓരോരുത്തരും ആ സന്തോഷം അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അതൊരു കൂട്ടായ്മയുടെ സന്തോഷമാണ്, അത് ഒത്തൊരുമയാവുന്നു. അപ്പോഴാണ് ഈ നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ കാര്യം സംഭവിക്കുന്നത്. അതാണ് കാതൽ. അങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇനിയത്തെ കാലത്ത് ഓണം ഒക്കെ അർത്ഥവത്താകുന്നത്. ഓക്കെ, എന്തായാലും ഇത്രയും തിരക്കുള്ള സമയത്തും ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സന്മനസ് കാണിച്ചതിന് ഒരുപാട് നന്ദി. വളരെ നന്ദി അനീഷ്, വളരെ നന്ദി. M. ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ്റെ, ഗായകൻ്റെ ജീവിതയാത്രയിലൂടെ, സംഗീതയാത്രയിലൂടെയുള്ള ഒരു മനോഹരമായ ജേണിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു ഓണം വിശിഷ്ടമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം.